18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഏറ്റവും വലിയ കല്ലുകടി കീറാമുട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സ്വാഭാവികമായി പാർലമെന്ററി സമ്പ്രദായത്തിൽ സഭയുടെ, അതായത് ഇന്ത്യയിലെ പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയുടെ നാഥനാണ് സ്പീക്കർ. അതുപോലെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാവണം. ആ സ്പീക്കറെ പലപ്പോഴും തെരഞ്ഞെടുക്കാറുണ്ട്. ചിലപ്പോൾ ഏകപക്ഷീയമായി അല്ലെങ്കിൽ യുണാനിമസ് ആയി ഒരു തീരുമാനം ഉണ്ടാകുന്ന പതിവുണ്ട്. ഇപ്രാവശ്യം തീർച്ചയായും സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒന്ന്, ഭരണപക്ഷത്ത് NDA മുന്നണിയിൽ ഇപ്പോഴും ഒരു സമവായം ഉണ്ടായിട്ടില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് BJP ചൂണ്ടിക്കാട്ടുന്നത് തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പീക്കർ, 17ാം ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയുടെ പേര് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവസാന നിമിഷം മറ്റൊരാൾ വന്നുകൂടായികയില്ല. എന്നാൽ പ്രതിപക്ഷത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്ന ഒരു ചിന്ത ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ചും പ്രോട്ടം സ്പീക്കറുടെ ഒരു സെലക്ഷൻ വളരെയധികം പ്രതിപക്ഷത്തെ വളരെ ബുദ്ധിമുട്ടിലാക്കി. അത് മാത്രമല്ല അവരെ ഈ വികാരപരവശരാക്കി. കാരണം പ്രതിപക്ഷത്തെ ഏറ്റവും മുതിർന്ന നേതാവ്, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എല്ലാ അംഗങ്ങളെയും കൂട്ടിച്ചേർത്തെടുക്കുമ്പോൾ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവ്, യഥാർത്ഥത്തിൽ സീനിയർ മോസ്റ്റ് MP 8 തവണ തെരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷാണ്. ആദ്യം അടൂർ മണ്ഡലത്തിലും പിന്നീട് മാവേലിക്കര മണ്ഡലത്തിലും നിന്നുകൊണ്ട് 8 പ്രാവശ്യം കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയ കൊടിക്കുന്നിൽ സുരേഷിന്റെ സീനിയോറിറ്റിയേക്കാൾ ഒരു ടേം കുറവാണ് ഭർത്തൃഹരി മെഹ്താബ് എന്ന BJP നേതാവ്. അദ്ദേഹം മുൻപ് BJD-യിലായിരുന്നു, ബിജു ജനതാദളിലായിരുന്നു. അദ്ദേഹം ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് BJP-യിലെത്തുകയും പ്രോട്ടേം സ്പീക്കർ ആവുകയും ചെയ്തു. നമുക്കറിയാം, പ്രോട്ടേം സ്പീക്കർ ഒരു അധികാര ഘടനയല്ല, താൽക്കാലിക സ്പീക്കറാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിർവഹിക്കുക എന്ന കേവലം ഔപചാരിക ചുമതല മാത്രമുള്ള ഒരാളാണ് തീർച്ചയായും ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ, ഈ പ്രോട്ടം സ്പീക്കർ. എന്നാൽ ആ കാര്യത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തോട് ഒരു നിസ്സഹകരണം കാട്ടിയ ഭരണകക്ഷിയെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ പ്രതിബന്ധത്തിലാക്കണം എന്ന ഒരു ചിന്ത പ്രതിപക്ഷത്തുണ്ട്. എന്നാൽ അതേസമയം അവരെന്തെങ്കിലും അങ്ങനെ ഒരു നീക്കം, ഒരുപക്ഷെ TDP ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഒരു പരിധിവരെ ജനതാദൾ യുണൈറ്റഡിന് അവർ പറയുന്നത് BJP ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ BJP പറയുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം. പക്ഷെ BJPക്ക് നിന്ന് അവർ ഉറപ്പ് വാങ്ങുന്ന ഒരുപക്ഷെ ബീഹാറിന് വേണ്ടി ഒരു പാക്കേജാണ്. അതുപോലെ ആന്ധ്രയ്ക്ക് വേണ്ടി കടുത്ത വിലപേശൽ നടത്താൻ മിടുക്കനാണ് ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിന്റെ പാർട്ടിയായ TDP-യും. അപ്പൊ സ്പീക്കർ സ്ഥാനം ഈ 2 ചെറിയ ഘടകകക്ഷികളിൽ ഏതെങ്കിലും ഒന്നിന് പോകുമെന്ന ഒരു ചിന്തയുണ്ടായിരുന്നു മുൻപ്. അത് മാത്രമല്ല, തെലുങ്ക് ദേശം പാർട്ടി വളരെ വലിയ താല്പര്യമെടുത്തിരുന്നു, തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം വേണം. പക്ഷേ BJP നൽകാൻ തയ്യാറാനാവില്ല. കാരണം സ്പീക്കർ സ്ഥാനം നിർണായകമായ ഒരു സ്ഥാനമാണ്. കാരണം ഇത് ഒരുപാട് ഘടകകക്ഷികൾ, മുന്നണിയിൽ ഒരുപാട് ഘടകകക്ഷികൾ 2 ഭാഗത്തുമുണ്ട്. ഇന്ത്യ മുന്നണിയിലും NDA മുന്നണിയിലുമുണ്ട്. ഈ ഘടകകക്ഷികൾ ഒരു പിളർപ്പൊക്കെ ഉണ്ടായാൽ അതിലെ ഔദ്യോഗിക പക്ഷം ഏതാണ്, അതിന് ചിഹ്നം അനുവദിക്കുക, ഇതെല്ലാ കാര്യങ്ങളും ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അനുവദിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ബലാബലം നോക്കി തീരുമാനമെടുക്കേണ്ട ഒരു ചുമതല, പിളർപ്പായി കാണണോ അതോ പുതിയ പാർട്ടിയായി രൂപീകരിക്കണോ, ഇതിനകത്ത് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു പോസ്റ്റാണ് സ്പീക്കർ. അതുകൊണ്ട് സ്പീക്കർ സ്ഥാനം BJPക്ക് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് പ്രതിപക്ഷം ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്താനായി ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇത്. എയറിൽ പോകുന്ന ഈ ഒരു വാക്കുകൾ എയറിലേക്ക് പോകുന്ന ആ സമയത്ത് കാണുന്നത്. നാളെ ചിത്രം മാറാം, പിന്നീട് ചിത്രം മാറാം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നിൽ മത്സരിക്കാൻ പോവുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ആരെങ്കിലും കാല് മാറുന്നുണ്ടോ കൂറുമാറുന്നുണ്ടോ എന്ന്, ബലാബലം എങ്ങനെയാണ് എന്നതിന്റെ ആദ്യ വോട്ടിംഗ്, ആദ്യ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ നിർത്തിയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടിക്കുന്നിൽ അല്ലെങ്കിൽ മറ്റൊരാൾ നിർത്തിയുള്ള പരീക്ഷണമാണ്. അപ്പൊ ഏകപക്ഷീയമായി ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ് രണ്ടാമത്തെ കീറാമുട്ടി. ഡെപ്യൂട്ടി സ്പീക്കർ ഒരു സാമാന്യ മര്യാദ എന്ന നിലയിൽ അത് പൊതുവെ ഒരു വെസ്റ്റ്മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ നിർബന്ധമില്ല അങ്ങനെ ഒരു ആൾ ഉണ്ടാകണമെന്ന്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു പാനലുണ്ട്, അതിൽ പല അംഗങ്ങൾ ഉണ്ടാകും, അതിൽ ആരെങ്കിലും ഇരുന്നാൽ മതിയാകും. അതേ സമയത്ത് എപ്പോഴും സ്പീക്കർ വേണമെന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്നില്ല. ആ പാനലിലെ ആരെങ്കിലും സഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ചാൽ മതിയാകും. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു. 14-15 ലോക്സഭകളിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു. ഇത് UPA ഭരണകാലമാണ്. അന്ന് BJP-യുടെ നോമിനി ഡെപ്യൂട്ടി സ്പീക്കർ ആവുന്ന ഒരു കാഴ്ചയുണ്ടായി. അത് മാത്രമല്ല,
മുൻപ് NDA ഭരണകാലത്ത് അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്ന സമയത്ത് 13ാം ലോക്സഭയിൽ TDPയുടെ ഒരു നോമിനി ആയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കറെ പ്രതിപക്ഷത്തിന് വിട്ടുകൊടുത്തു. അപ്പൊ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ അർഹമായ സ്ഥാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് സംഭവിച്ചില്ല, അങ്ങനെ ഒരു സ്ഥാനമേ ഉണ്ടായില്ല. ഇപ്രാവശ്യവും അതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും മത്സരം അരങ്ങേറാം. അപ്പൊ ഒരു മത്സരാധിഷ്ഠിതമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒന്നാം ദിനം തന്നെ രണ്ട് കക്ഷികളും രണ്ട് മുന്നണികളും തമ്മിൽ മുഖാമുഖം വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് മാത്രമല്ല, പ്രോട്ടം സ്പീക്കറിന്റെ പാനൽ അവതരിപ്പിച്ചപ്പോൾ വളരെ സീനിയർ മെമ്പേഴ്സായ കൊടിക്കുന്നിൽ സുരേഷും D രാജയും എല്ലാം മെമ്പേഴ്സ് ആയിരുന്നു അതിനകത്ത്. ഇതിനകത്ത് പ്രതിപക്ഷത്തു നിന്നുള്ള 3 മെമ്പേഴ്സ് അവരുടെ പേര് വിളിച്ചപ്പോൾ ആ പാനലിന്റെ അംഗം പോലും ആകാൻ അവർ വിസമ്മതിച്ചു. താൽക്കാലിക പാനലാണ് പ്രോട്ടം സ്പീക്കർ പാനൽ. ആ പാനലിന്റെ അംഗമാകാൻ പോലും വിസമ്മതിച്ചപ്പോൾ ഇനി എന്താണ് വരാനിരിക്കുന്നത് എന്നതിന്റെ ഏർലി സൂചനയാണ്. ഒരു സംഘർഷത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ഒരു പാതയിലാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ അരങ്ങേറാൻ പോകുന്നത്. ഇന്നത്തെ നിലയിൽ NDAക്ക്, മോദി നയിക്കുന്ന NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതിനാൽ അവർ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഓം ബിർളയെ തന്നെ അല്ലെങ്കിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാനും ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പോലും ഭരണകക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ ഘടകകക്ഷിയിലേക്ക് അനുവദിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷെ അത് മാത്രമല്ല, DMK ഉൾപ്പെടെ പ്രതിപക്ഷ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ ഐക്യനിര ദുർബലപ്പെടുത്താൻ BJP ഒരു ശ്രമം നടത്തി എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അങ്ങനെ പല തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വളരെ വലിയ പ്രയോഗങ്ങളും ഒക്കെ കാണാൻ സാധ്യതയുള്ള സഭാ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആകാംക്ഷപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. ആരാകും സ്പീക്കർ, ആരാകും ഡെപ്യൂട്ടി സ്പീക്കർ, എങ്ങനെ വിഷയം പരിഹരിക്കാം എന്നത് നമുക്ക് കാത്തിരിക്കാം.